നമസ്കാരം, ഞാൻ അജിത. പ്രധാന വാർത്തകൾ. ഞായറാഴ്ച രാജ്യത്തിനായി പ്രത്യേക പ്രാർത്ഥന. ആഹ്വാനവുമായി മലങ്കര ഓർത്തഡോക്സ് സഭ. സൈനികർ സുരക്ഷിതരായിരിക്കാനും സമാധാനം പുനഃസ്ഥാപിക്കാനും വിശുദ്ധ കുർബാന മധ്യേ പള്ളിയിൽ പ്രാർത്ഥന. SSLC പരീക്ഷാഫലം. കോട്ടയം ജില്ലയ്ക്ക് 99.81% വിജയം. 8495 പേർ ഉപരിപഠനത്തിന് യോഗ്യർ. പാറത്തോട്ടിൽ വൃദ്ധ മഴവെള്ള സംഭരണിയിൽ മരിച്ച നിലയിൽ. മരണപ്പെട്ടത് ഒറ്റയ്ക്ക് താമസിച്ചു വരുന്നിരുന്ന മേരിക്കുട്ടി. മൃതദേഹം കണ്ടത് ഇന്ന് രാവിലെ. സിവിൽ സർവീസ് ജോലിയേക്കാൾ സേവനമാണെന്ന് മന്ത്രി പി പ്രസാദ്. പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ വിദ്യാർത്ഥികൾക്കായി സിവിൽ സർവീസ് ഓറിയന്റേഷൻ കോഴ്സ് തുടങ്ങി. വാർത്തകൾ വിശദമായി. ഭാരതത്തിനും സൈനികർക്കും അതിർത്തിയിലെ ജനസമൂഹത്തിനും വേണ്ടി പ്രത്യേക പ്രാർത്ഥന നടത്തണമെന്ന് പരിശുദ്ധ ബസേലിയസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ. അതിർത്തി കാക്കുന്ന സൈനികർ സുരക്ഷിതരായിരിക്കാനും സമാധാനം പുനഃസ്ഥാപിക്കപ്പെടാനും പ്രാർത്ഥിക്കണമെന്നും പരിശുദ്ധ കത്തോലിക്ക ബാവ പറഞ്ഞു. ഞായറാഴ്ച മലങ്കര സഭയിലെ മുഴുവൻ പള്ളികളിലും വിശുദ്ധ കുർബാന മധ്യേ രാജ്യത്തിനു വേണ്ടി പ്രാർത്ഥന നടത്തുമെന്നും കത്തോലിക്ക ബാവ പറഞ്ഞു. ഭാരതീയ സഭയായ മലങ്കര സഭ ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ഞായറാഴ്ച വിശുദ്ധ കുർബാന മധ്യേ നമ്മുടെ എല്ലാ പള്ളികളിലും പ്രത്യേക പ്രാർത്ഥന നടത്തണം. നമ്മുടെ രാജ്യത്തെയും ഭരണാധികാരികളെയും നമ്മുടെ സൈനികരെയും അതിർത്തിയിലെ നമ്മുടെ സഹോദരങ്ങളെയും ഓർത്തും ആഗോള സമാധാനത്തിനായും പ്രാർത്ഥിക്കണം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. SSLC പരീക്ഷയിൽ കോട്ടയം ജില്ലയ്ക്ക് 99.81% വിജയം. 11,495 പേർ ഉപരിപഠനത്തിന് അർഹത നേടി. 2,632 പേർക്ക് എല്ലാ വിഷയത്തിനും A+ ലഭിച്ചു. ഇത്തവണത്തെ SSLC പരീക്ഷാ ഫലത്തിൽ കോട്ടയം ജില്ലയ്ക്ക് 99.81% വിജയം. സംസ്ഥാനത്ത് രണ്ടാമത്തേതാണ് ജില്ലയുടെ സ്ഥാനം. കഴിഞ്ഞ തവണ ജില്ല സംസ്ഥാനത്ത് 1-ാം സ്ഥാനത്തായിരുന്നു. പാലാ വിദ്യാഭ്യാസ ജില്ല തുടർച്ചയായി 5-ാം വർഷവും സംസ്ഥാനത്ത് 1-ാമതെത്തി. തുടർച്ചയായി 3-ാം വർഷമാണ് 100% വിജയം നേടുന്നത്. കോട്ടയം ജില്ലയിൽ 18,531 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ 18,495 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടിയിട്ടുണ്ട്. പരീക്ഷ എഴുതിയ 9,326 ആൺകുട്ടികളിൽ 9,302 പേരും 9,205 പെൺകുട്ടികളിൽ 9,193 പേരും ഉപരിപഠനത്തിന് യോഗ്യത നേടിയിട്ടുണ്ട്. കോട്ടയം ജില്ലയിൽ മുഴുവൻ വിഷയങ്ങൾക്കും 2,632 വിദ്യാർത്ഥികളാണ് A+ നേടിയത്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ പേർ A+ നേടിയത് ഇൻഫർമേഷൻ ടെക്നോളജിക്കാണ്. 14,928 പേരാണ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ A+ നേടിയത്. ഗണിതത്തിന് 4,310 പേരാണ് ഫുൾ A+ നേടിയത്. കോട്ടയം ജില്ലയിൽ 186 സ്കൂളുകളിൽ പരീക്ഷ എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികളും വിജയിച്ചു. ഇതിൽ 47 സർക്കാർ സ്കൂളുകളാണ്. കാഞ്ഞിരപ്പള്ളി ഗവൺമെന്റ് HSS, പേട്ട ഗവൺമെന്റ് HS, ചേനപ്പാടി RV ഗവൺമെന്റ് HSS, നെടുങ്കുന്നം ഗവൺമെന്റ് HSS, പൊൻകുന്നം ഗവൺമെന്റ് VHSS, വാഴൂർ ഗവൺമെന്റ് HS, പനമറ്റം ഗവൺമെന്റ് HSS, നാട്ടകം ഗവൺമെന്റ് VHSS, കോത്തല ഗവൺമെന്റ് VHSS, വടവാതൂർ ഗവൺമെന്റ് HSS, വെള്ളൂർ PTM GHSS, പുതുപ്പള്ളി ഗവൺമെന്റ് VHSS, പുതുപ്പള്ളി സെന്റ് ജോർജ് GVHSS, പുതുപ്പള്ളി സെന്റ് ജോർജ് GVHSS, പാമ്പാടി ഗവൺമെന്റ് HSS എന്നീ സ്കൂളുകൾ 100% വിജയം നേടിയ സർക്കാർ സ്കൂളുകളിൽ ഉൾപ്പെടുന്നു. പാലാ വിദ്യാഭ്യാസ ജില്ലയിൽ 590 പേർ എല്ലാ വിഷയങ്ങൾക്കും A+ നേടി. കാഞ്ഞിരപ്പള്ളി വിദ്യാഭ്യാസ ജില്ലയിൽ 629 പേരും കോട്ടയം വിദ്യാഭ്യാസ ജില്ലയിൽ 977 പേരും കടുത്തുരുത്തിയിൽ 436 പേരും എല്ലാ വിഷയങ്ങൾക്കും A+ നേടി. പാറത്തോട്ടിൽ വൃദ്ധയെ മഴവെള്ള സംഭരണിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തൈപ്പറമ്പിൽ മേരിക്കുട്ടിയെയാണ് വീടിനോട് ചേർന്നുള്ള മഴവെള്ള സംഭരണിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മക്കൾ വിദേശത്ത് പോയതിനെ തുടർന്ന് മേരിക്കുട്ടി ഒറ്റയ്ക്കായിരുന്നു പാറത്തോട്ടിലെ വീട്ടിൽ താമസിച്ചിരുന്നത്. തൊട്ടടുത്തുള്ള സഹോദരന്റെ വീട്ടിൽ രാത്രികാലങ്ങളിൽ തങ്ങുകയും പുലർച്ചെ ഇതിനോട് ചേർന്ന് തന്നെയുള്ള സ്വന്തം വീട്ടിലേക്ക് മടങ്ങുകയുമായിരുന്നു പതിവ്. കഴിഞ്ഞ ദിവസം രാത്രിയും ഈ വീട്ടിൽ കിടന്നുറങ്ങിയ ശേഷമാണ് മേരിക്കുട്ടി പുലർച്ചെയോടെ സ്വന്തം വീട്ടിലേക്ക് പോയതെന്ന് പോലീസ് പറഞ്ഞു. ഏറെ നേരം കഴിഞ്ഞും ഇവരെ വീടിന് പുറത്ത് കാണാതെ വന്നതോടെ നടത്തിയ തെരച്ചിലിലാണ് വീടിനോട് ചേർന്ന് തന്നെയുള്ള മഴവെള്ള സംഭരണിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. വെള്ളമെടുക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ കാൽ വഴുതി വീണതാകാം എന്നതാണ് പോലീസിന്റെ നിഗമനം. മഴവെള്ള സംഭരണിയോട് ചേർന്ന് ലൈറ്റർ അടക്കം കണ്ടെത്തിയിട്ടുണ്ട്. കാഞ്ഞിരപ്പള്ളി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തിങ്കലിന്റെ നേതൃത്വത്തിലുള്ള MLA സർവീസ് ആർമി പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആരംഭിച്ച സിവിൽ സർവീസ് ഓറിയന്റേഷൻ കോഴ്സ് കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. സിവിൽ സർവീസ് എന്നത് കേവലം ജോലി എന്നതിലുപരി സേവനം കൂടിയാണെന്ന് വിദ്യാർത്ഥികൾ തിരിച്ചറിയണമെന്ന് പി പ്രസാദ് പറഞ്ഞു.
സിവിൽ സർവീസ് എന്നത് കേവലം ജോലി എന്നതിലുപരി സേവനം കൂടിയാണെന്ന് വിദ്യാർത്ഥികൾ തിരിച്ചറിയണമെന്ന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ്. പൂഞ്ഞാർ MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കലിന്റെ നേതൃത്വത്തിലുള്ള MLA സർവീസ് ആർമി പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആരംഭിച്ച സിവിൽ സർവീസ് ഓറിയന്റേഷൻ കോഴ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജോലി എന്ന നിലയിലുള്ള ആകർഷണീയതയ്ക്ക് അപ്പുറം സിവിൽ സർവീസ് ഒരു സേവനം കൂടിയാണെന്ന് ഈ മേഖലയിലേക്ക് വരുന്ന വിദ്യാർത്ഥികൾ തിരിച്ചറിയണമെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. പാഠപുസ്തകങ്ങൾക്കപ്പുറം ചുറ്റുപാടും നടക്കുന്നത് കൂടി മനസ്സിലാക്കാൻ വിദ്യാർത്ഥികൾക്കാവണം. നിശ്ചയദാർഢ്യവും ആത്മവിശ്വാസവും ഉള്ളവരായി മാറിയാൽ സിവിൽ സർവീസിലേക്ക് എത്തിപ്പെടാൻ വിദ്യാർത്ഥികൾക്കാകുമെന്നും മന്ത്രി പറഞ്ഞു. ലക്ഷക്കണക്കിന് ആൾക്കാർ എഴുതുന്നുണ്ടാവും. ആ എഴുതുന്നതിൽ നിന്ന് നമ്മുടെ നിശ്ചയദാർഢ്യവും നമ്മുടെ ആത്മവിശ്വാസവും നമ്മുടെ ധൈര്യവും ഒക്കെ എല്ലാം വന്നിട്ട് നമ്മൾ അതിലേക്ക് എത്തിപ്പെടുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു പദവിയിലേക്കാണ് എത്തപ്പെടുന്നത്. ആ പദവിക്ക് നിങ്ങൾക്കൊരു നാടിനെ നയിക്കാനാണ് നിങ്ങളെ ചുമതലപ്പെടുത്തുന്നത്. ആ നയിക്കാൻ ചുമതലപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പരിഗണനയും പദവിയും എല്ലാം ഉണ്ടാകുന്നത്. ആ പരിഗണനയും പദവിയും നമുക്കൊരു ആകർഷകത്വം ഉണ്ടാക്കുക തന്നെയും സ്വാഭാവികമായിട്ടും കാണുമ്പോൾ നമുക്കൊരു അതിനൊരു ആകർഷണീയത ഉണ്ട്. ആ ആകർഷണീയതയിലേക്ക് എത്തുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഉറപ്പ് മാത്രമല്ല എന്നും ഒരു ജനതയോടുള്ള സേവനത്തിൻ്റെ ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ആ സേവനത്തിനാണ് ഈ കിട്ടുന്ന എല്ലാ പ്രതിഫലവും കിട്ടുന്നത്. എനിക്കൊരു വണ്ടി കിട്ടുന്നത്, എൻ്റെ വണ്ടിയുടെ മുമ്പിൽ ത്രിവർണ്ണ പതാക വെച്ചിരിക്കുന്നത്, എനിക്ക് സമയം കിട്ടുന്നത് ഞാനിത് സേവിക്കാൻ വേണ്ടിയിട്ടാണ്. MLA സർവീസ് ആർമിയുടെ നേതൃത്വത്തിലുള്ള വിദ്യാഭ്യാസ ഗുണമേന്മ പദ്ധതിയായ ഫ്യൂച്ചർ സ്റ്റാൻഡ് എഡ്യൂക്കേഷൻ പ്രൊജക്ടിന്റെ ഭാഗമായാണ് പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സിവിൽ സർവീസ് ഓറിയന്റേഷൻ കോഴ്സ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഉദ്ഘാടന യോഗത്തിൽ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA അധ്യക്ഷത വഹിച്ചു. ഫ്യൂച്ചർ സ്റ്റാർസ് ഡയറക്ടർ ഡോക്ടർ ആൻസി ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സീമോൻ തോമസ്, ഫ്യൂച്ചർ സ്റ്റാർസ് സെക്രട്ടറി സുജ MG, കോഴ്സ് കോർഡിനേറ്റർ അഭിലാഷ് ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ക്യാമ്പിൽ കോട്ടയം ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദ്, IPS, ഇൻകം ടാക്സ് അഡീഷണൽ കമ്മീഷണർ ജ്യോതിഷ് മോഹൻ IRS എന്നിവർ കുട്ടികൾക്ക് സിവിൽ സർവീസ് കരിയർ പരിചയപ്പെടുത്തും. മികച്ച പരിശീലന സ്ഥാപനമായ കരിയർ ഹൈറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ജോർജ് കരുണയ്ക്കലിന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ പരിശീലകർ ക്ലാസുകൾ നയിക്കും. പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 60 വിദ്യാർത്ഥികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. പൊൻകുന്നം NSS കരയോഗ യൂണിയന്റെ നേതൃത്വത്തിൽ ബാലകലാമേള നടത്തി. NSS ഡയറക്ടർ ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് MS മോഹൻ ഉദ്ഘാടനം ചെയ്തു. പൊൻകുന്നം NSS കരയോഗ യൂണിയന്റെ നേതൃത്വത്തിൽ ആരവം 2025 എന്ന പേരിൽ ബാലകലാമേള നടത്തി. യൂണിയൻ ഓഡിറ്റോറിയത്തിൽ നടന്ന കലാമേള NSS ഡയറക്ടർ ബോർഡ് അംഗം അഡ്വക്കേറ്റ് MS മോഹൻ ഭദ്രദീപം തെളിച്ച് ഉദ്ഘാടനം ചെയ്തു. 53 കരയോഗങ്ങളിൽ നിന്നായി 130 കുട്ടികൾ പങ്കെടുത്തു. ലളിതഗാനം, കർണാട്ടിക് സംഗീതം, സംഘഗാനം, സംഘനൃത്തം തുടങ്ങിയ ഇനങ്ങളിലെല്ലാം കുട്ടികളുടെ നിറഞ്ഞ പങ്കാളിത്തം ദൃശ്യമായി. രണ്ട് സ്റ്റേജുകളിലായിട്ടായിരുന്നു ബാലകലാമേള സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കോട്ടയം നാഗമ്പടത്ത് ഉമ്മൻചാണ്ടി സപ്തതി സ്മാരക ഓഡിറ്റോറിയം തുറന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. കോട്ടയം നഗരസഭ നാഗമ്പടം ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സിൽ ഉമ്മൻചാണ്ടി സപ്തതി സ്മാരക ഓഡിറ്റോറിയം തുറന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ ഹൃദയത്തിൽ ശാശ്വത സ്മാരകമായി തീർന്ന വ്യക്തിയാണ് ഉമ്മൻചാണ്ടിയെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA പറഞ്ഞു. നല്ല വശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പോകാൻ കഴിയണം. ആ വശം ഉയർത്തിപ്പിടിക്കുന്നതിൽ ഒരു പൊതു താല്പര്യം ഉണ്ടാകുന്നതാണ് നല്ലത് എന്ന് ഞാൻ കണക്കാക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ നാടിൻ്റെ മഹിമയ്ക്ക് വേണ്ടിയും ഈ നാടിൻ്റെ ഉദാത്തമായ ചിന്താഗതിക്ക് വേണ്ടിയും നമുക്ക് ഉത്തമമായ മാർഗത്തിലൂടെ പോകാം. അത് നമുക്ക്
നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിലേക്ക് പോകും. നഗരസഭാധ്യക്ഷ ബിൻസി സെബാസ്റ്റ്യൻ അധ്യക്ഷയായി. 2014 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിന് 70 വയസ്സ് തികയുന്നതിന്റെ ആദരസൂചകമായിട്ടാണ് അന്നത്തെ നഗരസഭാ ഭരണസമിതി ഉമ്മൻചാണ്ടി സപ്തതി സ്മാരക ഓഡിറ്റോറിയം നിർമ്മിക്കുന്നതിന് തീരുമാനിച്ചത്. ചാണ്ടിയുമ്മൻ MLA, നഗരസഭാംഗങ്ങളായ സിൻസി പാറയിൽ, ബിന്ദു സന്തോഷ് കുമാർ, MP സന്തോഷ് കുമാർ, സാബു മാത്യു, ജൂലിയസ് ചാക്കോ, ജയമോൾ ജോസഫ്, TC റോയ്, ടോം കോര അഞ്ചേരിൽ, ഷൈനി ഫിലിപ്പ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഓഡിറ്റോറിയത്തിന്റെ പ്രതിദിന വാടക 8000 രൂപയും GSTയുമാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഏറ്റുമാനൂർ കുടിവെള്ള പദ്ധതി കോട്ടയം ജില്ലയ്ക്ക് പുതുവർഷ സമ്മാനമാകുമെന്ന് സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ. കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയ കുടിവെള്ള പദ്ധതിയുടെ ശുദ്ധീകരണ പ്ലാന്റിന് തറക്കല്ലിട്ടു. ജില്ലയിലെ ഏറ്റവും വലിയ കുടിവെള്ള പദ്ധതിയായ ഏറ്റുമാനൂർ കുടിവെള്ള പദ്ധതി പുതുവർഷ സമ്മാനമാകുമെന്ന് സഹകരണ തുറമുഖം ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ. പദ്ധതിയുടെ ഭാഗമായി ഏറ്റുമാനൂർ നേതാജി നഗറിൽ നിർമ്മിക്കുന്ന 22 ദശലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള ശുദ്ധീകരണ പ്ലാന്റിന് തറക്കല്ലിട്ടു. കിഫ്ബി വഴി 93.25 കോടി രൂപ ചെലവിട്ടാണ് കുടിവെള്ള പദ്ധതി ഒരുങ്ങുന്നത്. പദ്ധതി പൂർത്തിയാകുന്നതോടുകൂടി ഏറ്റുമാനൂർ നഗരസഭാ പരിധിയിലെയും അതിരമ്പുഴ, മാഞ്ഞൂർ, കാണക്കാരി എന്നീ പഞ്ചായത്തുകളിലെയും കുടിവെള്ളക്ഷാമം പൂർണ്ണമായും പരിഹരിക്കാൻ സാധിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. നഗരസഭാ കൌൺസിലർമാരായ ES ബിജു, MK സോമൻ, ഡോക്ടർ S ബീന, CPIM ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് V ജയപ്രകാശ്, ഏരിയ കമ്മിറ്റി അംഗം രതീഷ് രത്നാകരൻ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ദിലീപ് ഗോപാൽ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സാം K ജോഷുവ, അസിസ്റ്റന്റ് എഞ്ചിനീയർ സൂര്യ ശശിധരൻ, കോൺട്രാക്ടർ ജോസഫ് ജോൺ, മാത്യു, വിനോദ് കുമാർ എന്നിവർ മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. സംസ്ഥാനത്ത് കാലവർഷം മെയ് 27-ന് എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 2009-ലാണ് ഇതിനു മുമ്പ് നേരത്തെ മൺസൂൺ എത്തിയിട്ടുള്ളത്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലവർഷം ഈ മാസം 27-ന് കേരളത്തിലെത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പ്രതീക്ഷിക്കുന്നത് പോലെ മൺസൂൺ എത്തിയാൽ ഇത്തവണ നേരത്തെയാകും മഴ. 2009-ലാണ് ഇതിനു മുൻപ് ഇത്ര നേരത്തെ മൺസൂൺ എത്തിയിട്ടുള്ളത്. സാധാരണയായി ജൂൺ 1-നാണ് കേരളത്തിൽ മൺസൂൺ എത്തുന്നത്. ജൂൺ 8-ഓടുകൂടി രാജ്യം മുഴുവനും മൺസൂൺ വ്യാപിക്കും. സെപ്റ്റംബർ 17-ന് വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ നിന്നും മൺസൂൺ പിൻവാങ്ങുകയും ഒക്ടോബർ 15-ന് അവസാനിക്കുകയും ചെയ്യും. 2025 ഏപ്രിലിൽ സാധാരണയുള്ളതിനേക്കാൾ മഴ പ്രവചിച്ചിരുന്നു. എന്നാൽ എൽനിനോ മൂലം സാധാരണയേക്കാൾ കുറഞ്ഞ മഴയാണ് സംസ്ഥാനത്ത് ലഭിച്ചത്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ രാജ്യത്ത് സാധാരണയേക്കാൾ കൂടുതൽ മഴ ലഭിക്കാനാണ് സാധ്യത. 96%-നും 104%-നും ഇടയിലുള്ള മഴ സാധാരണ മഴയായാണ് കണക്കാക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ഏലൈസ സ്പോർട്സ് മീറ്റ് പാമ്പാടിയിൽ നടത്തി. കുടുംബശ്രീ വനിതകളുടെ സജീവ പങ്കാളിത്തം മേളയിലുണ്ടായി. കോട്ടയം കുടുംബശ്രീ ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിൽ എലൈസ സ്പോർട്സ് മീറ്റ് 2025 നടത്തി. പാമ്പാടി, പള്ളം, മാടപ്പള്ളി ബ്ലോക്കുകളുടെ കുടുംബശ്രീ അംഗങ്ങളുടെ കായിക മത്സരങ്ങൾ പാമ്പാടി ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ ഗ്രൗണ്ടിൽ നടന്നു. പാമ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഡാലി റോയിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പ്രോഗ്രാം മാനേജർ ഹരികുമാർ B, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാബു M എബ്രഹാം, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സന്ധ്യ രാജേഷ്, ആരോഗ്യ വിദ്യാഭ്യാസ ചെയർപേഴ്സൺ ശശികല PS എന്നിവർ പ്രസംഗിച്ചു. ഓലമെടയിൽ, ഓട്ടം, കസേരകളി തുടങ്ങിയ മത്സരങ്ങളിൽ കുടുംബശ്രീ പ്രവർത്തകർ സജീവമായി പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. ചേർപ്പുങ്കൽ പഴയ പാലത്തിൽ മുന്നറിയിപ്പ് ബോർഡുകൾ ഇല്ല. വാഹന യാത്രക്കാർക്ക് വലിയ ദുരിതമാണ് ഇതുണ്ടാക്കുന്നത്. ചേർപ്പുങ്കൽ പഴയ പാലത്തിൽ മുന്നറിയിപ്പ് ബോർഡുകൾ ഇല്ലാത്തത് വാഹനയാത്രികരെ ദുരിതത്തിലാക്കുന്നു. പുതിയതായി നിർമ്മിച്ച പാലം ഗതാഗതത്തിന് തുറന്നു കൊടുത്തതോടെ പഴയ പാലത്തിലൂടെ ഇപ്പോൾ യാത്ര അനുവദിക്കുന്നില്ല. ചേർപ്പുങ്കൽ പള്ളിയുടെ ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ അപ്രോച്ച് റോഡ് കടന്ന് പാലത്തിലേക്ക് കടക്കുമ്പോൾ മാത്രമാണ് റോഡ് ബ്ലോക്ക് ചെയ്തതായി മനസ്സിലാവുന്നത്. ചേർപ്പുങ്കൽ പള്ളിയിലും ആശുപത്രിയിലും കോളേജിലുമെല്ലാം എത്തുന്ന വാഹനങ്ങൾ പഴയ പാലത്തിൽ കയറാൻ ശ്രമിക്കുന്നത് പ്രശ്നമുണ്ടാക്കുന്നു. ഹൈവേയിൽ നിന്നും വരുന്ന ഭാഗത്ത് റോഡ് ക്ലോസ് ചെയ്തത് കാണാൻ കഴിയുമെങ്കിലും മറുഭാഗത്ത് അപ്രോച്ച് റോഡിലൂടെ പാലത്തിനരികത്ത് എത്തുമ്പോഴാണ് തടസ്സം ഡ്രൈവർമാർക്ക് നേരിൽ കാണാനാവുന്നത്. ചേർപ്പുങ്കൽ ഹൈവേ ഭാഗത്തേക്ക് പോകാനായി പഴയ പാലത്തിലേക്ക് കിടക്കുമ്പോൾ പാലത്തിന്റെ അടുത്ത് എത്തുമ്പോൾ മാത്രമാണ് വാഹനം കടന്നു പോകില്ല എന്ന് ഡ്രൈവർമാർക്ക് അറിയാൻ കഴിയുന്നത്. ഈ ഭാഗത്ത് ഇരുമ്പ് പൈപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്രോച്ച് റോഡ് ആരംഭിക്കുന്നിടത്തേക്ക് തന്നെ പഴയ പാലത്തിലൂടെ വാഹനങ്ങൾ കടന്നു പോകില്ല എന്ന മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. ആർക്കും അറിയത്തില്ല. നേരെ പാലത്തിന് അവിടെ ചെല്ലുമ്പോഴാണ് സംഭവം ഇതെല്ലാം അറിയുന്നത്. ഇതിപ്പോൾ പതിവായിട്ട് തുടങ്ങിയപ്പോൾ വണ്ടിക്കാർക്ക് മുഴുവൻ കൺഫ്യൂഷനായി. എന്നെ ചെയ്യണമെന്ന് അറിയില്ല. അവിടെ ചെല്ലുക, തിരിച്ചു വരിക, തിരിച്ചു തിരിക്കുക. ഈ ഒരു പരിപാടി മാത്രം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് എത്രയും പെട്ടെന്ന് സർക്കാർ അതിന് എന്തെങ്കിലും ബോംബി കാട്ടി താഴെ ഇവിടെ എവിടെയും വെക്കാൻ
ഉള്ള പരിപാടി നോക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ഈ തടസ്സം അറിയാതെ കടന്നു ചെല്ലുന്ന വാഹനങ്ങൾ പിറകേക്ക് വരേണ്ടി വരുന്നതും പ്രശ്നമാവുകയാണ്. മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കണമെന്നും പഴയ പാലത്തിന്റെ പോരായ്മകൾ പരിഹരിച്ച് ചെറുവാഹനങ്ങൾ കടന്നുപോകാൻ സൗകര്യമൊരുക്കണമെന്ന ആവശ്യവുമാണ് ഇവിടെ ഉയരുന്നത്. ന്യൂസ് ബ്യൂറോ, പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഞായറാഴ്ച രാജ്യത്തിനായി പ്രത്യേക പ്രാർത്ഥന. ആഹ്വാനവുമായി മലങ്കര ഓർത്തഡോക്സ് സഭ. സൈനികർ സുരക്ഷിതരായിരിക്കാനും സമാധാനം പുനഃസ്ഥാപിക്കാനും വിശുദ്ധ കുർബാന മധ്യേ പള്ളിയിൽ പ്രാർത്ഥന. SSLC പരീക്ഷാഫലം. കോട്ടയം ജില്ലയ്ക്ക് 99.81% വിജയം. 8495 പേർ ഉപരിപഠനത്തിന് യോഗ്യർ. പാറത്തോട്ടിൽ വൃദ്ധ മഴവെള്ള സംഭരണിയിൽ മരിച്ച നിലയിൽ. മരണപ്പെട്ടത് ഒറ്റയ്ക്ക് താമസിച്ചു വരുന്നിരുന്ന മേരിക്കുട്ടി. മൃതദേഹം കണ്ടത് ഇന്ന് രാവിലെ. സിവിൽ സർവീസ് ജോലിയേക്കാൾ സേവനമാണെന്ന് മന്ത്രി പി പ്രസാദ്. പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ വിദ്യാർത്ഥികൾക്കായി സിവിൽ സർവീസ് ഓറിയന്റേഷൻ കോഴ്സ് തുടങ്ങി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.